അധികം സീരിയൽസ് കാണുന്ന ആളൊന്നുമല്ല, പക്ഷെ ചന്ദനമഴിയുടെ വലിയൊരു ഫാനായിരുന്നു. ശരിക്കും ഊർമിളാദേവി കൈ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരൊക്കെ വിറയ്ക്കുമായിരുന്നു. ഇൻ പേഴ്സണൽ വരുമ്പോ രൂപശ്രീ മാമിന്റെ എങ്ങനെയായിരുന്നു? ഈ മുഖമൊക്കെ നോക്കി എങ്ങനെ വില്ലൻ ക്യാരക്ടർ കൊടുക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കുറച്ച് കഷ്ടമാണ് റിയാക്ഷനോ കുത്തലോ അത് ഇതിന് അത് മാത്രമാണ് കുറച്ച്. അമൃത ലാപ്ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അവളും ശാലുക്കുറിയും ചെയ്തിട്ടുണ്ടല്ലോ, വാഷ് ചെയ്തിട്ട് അങ്ങനെ അവള് അന്തളവുക്ക് ഇല്ലാത്ത നോളജ് ഇല്ലാത്ത ഒരു ഗേളാണല്ല ചെയ്തത്. ഉണക്കാൻ വെച്ചിരിക്ക, അതില് ക്യൂടെക്സ് വീണു, ഞാനത് കഴുകി കളഞ്ഞു, ഇപ്പൊ ഉണക്കാൻ വെച്ചിരിക്ക. ബട്ട് ഇത് അതുപോലെ they want innocent ആണ് ഗേൾ കാണിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അത് ഒരു കോമഡി സീൻ വേണ്ടി. ക്യാരക്ടറിൽ വരുമ്പോഴേക്കും റെനീഷ ഉണ്ട്, നല്ല പെർഫോമൻസ് ചെയ്യും, ഏത് കൊടുത്താലും ശരി. ഇതിൽ കുടിച്ചിട്ട് വന്ന് അവർ അഭിനയിച്ച സീന തകർത്ത് ഒരു കുടിക്കാരെ കൂടെ ചെയ്യ മുടിயாது. ബർത്ത്ഡേക്ക് എല്ലാരും ഇപ്പൊ ഇന്ന് 4 ദിവസം എനിക്ക് വയ്യ. அப்படி உட்காந்து மூணு நாள் டயர்டா ஷார்ட் ரெடியாகும். அக்கா நைட்டு 12 மணிக்கு அக்கா எங்க കേക്ക് ഫ്രഷ് ആയിടും, ടാബ്ലറ്റ് വേണ്ട, അങ്ങനെ ഭയങ്കര നോട്ടി. ഇവിടെ വന്ന് ആദ്യം ചന്ദ്രമഴ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇവിടെ ബിരിയാണി കഴിച്ചിട്ട് എന്താ ബിരിയാണി അത്ര ടേസ്റ്റ് ഇല്ലത്, അത് എന്നാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആണാ കുറേ നാൾ ശേഷം இப்போ சென்னையில் போனால் கூட ஐ வாண்ட் ஈட் பிரியாணி, ஐ நீட் ஒன்லி கேரளா பிரியாணி. வீட்டில் எல்லாருக்கும் അറിയണം. അവിടെ പോയാലേ കെട്ടുപോയത്, എപ്പോൾ பார்த்தாலும் കേരള ബിരിയാണി കേരള ബിരിയാണി. ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരാറുള്ളത് എപ്പോഴാണ്? ലാസ്റ്റ് 10 o'clock they'll say dress change madam, മൂന്ന് വട്ടാണ് ദേഷ്യം വരും. It will almost be 10 o'clock. Madam, just see, please madam, dress change. കൂടുതലും അമ്മമാരാണല്ലോ കാണുന്ന സീരിയൽസ്. ചിലപ്പോൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ എങ്ങനത്തെ റെസ്പോൺസ് ആണ് കിട്ടുന്നത്? They love me, they hug me, they'll kiss me. Still little they'll hug and they'll അടിച്ചു കൂടെ വെച്ചിരുവാங்க. അങ്ങനെ ഒരു ലവ്, really blessed. Krishna Leela, Joy Alucas, world's favorite jeweler. വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, രൂപശ്രീ മാം. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഭയങ്കര സുന്ദരമായിട്ടിരിക്കുന്നു. ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വളരെ ചെറുപ്പം തൊട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ അങ്ങനെ അധികം സീരിയൽസ് കാണുന്ന ആളൊന്നുമല്ല, പക്ഷേ ചന്ദനമഴിയുടെ വലിയൊരു ഫാനായിരുന്നു. അപ്പം എൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഇരുന്ന് ഞാൻ ഒരുപാട് കണ്ടിരിക്കുന്ന, അങ്ങനെ ആ ഒരു പേഴ്സണെ എൻ്റെ മുന്നിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. മാം നമ്മളെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നു, അന്ന് മുതൽ ഇപ്പോഴും ഇരിക്കുന്നത് ഒരേപോലെയാണ്. ശരിക്കും മാമിന് എന്ത് ഡയറ്റാണ്, എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്? എങ്ങനെയാണ്? ഡയറ്റ് ഇല്ലെന്നാണോ? അല്ല, ഡയറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ലാസ്റ്റ് ഇയർ ഭയങ്കര ക്ഷീണിച്ച് മെലിഞ്ഞു, ബിക്കോസ് ഓഫ് ന്യൂട്രീഷൻ, ഡയറ്റ് പ്ലസ് വർക്കൗട്ട് എല്ലാം. കുറേ വെയിറ്റ് ലോസ് ചെയ്ത് പിന്നെ ചാനലെല്ലാം പറഞ്ഞു, മാഡം ഇങ്ങനെ ആരും കൂടെ അറിയില്ലേ, ജസ്റ്റ് ഐ വാണ്ട് ടു പുട്ട് ടൈറ്റിൽ കഴിച്ച രൂപശ്രീ ഓൺലി, സോ ലിറ്റിൽ ബിറ്റ് ഐ പുട്ട് ഓൺ വെയിറ്റ് നൗ. ഓക്കെ, നൗ ദേ ഓക്കെ, അതൊക്കെ ഐ പുട്ട് ഓൺ വെയിറ്റ് നൗ. ശരിക്കും ആ ഒരു ഡ്രസ്സിങ് ശരിക്കും പറഞ്ഞാൽ പല ചർച്ചകൾ നടന്നിട്ടുണ്ട് സീരിയൽസിൽ വരുമ്പോഴാണെങ്കിലും. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പ്, കോസ്റ്റ്യൂം ആണെങ്കിലും കാഞ്ചീപുരം പട്ട് സാരികൾ ഉടുക്കുന്നു. ശരിക്കും മാമിന്റെ ഡ്രസ്സിങ് സെൻസ് ഭയങ്കര രസമായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മാം തന്നെ ആയിരുന്നു അത് സെലക്ട് ചെയ്തോണ്ടിരുന്നത്? സ്റ്റൈലിസ്റ്റ് ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ തന്നെയാണ്. ബിക്കോസ് ദേ നീഡ് വാട്ട് ബ്രൈറ്റ് കളേഴ്സ്, ഹെവി ജ്വല്ലറീസ്. ബട്ട് എനിക്ക് ജ്വല്ലറി ഒട്ടും ഇഷ്ടമല്ല. ഓൾവേസ് ഓൺലി സിമ്പിൾ വൺ ചെയിൻ ഓൺലി അല്ലേ, ഓൾവേസ് എവിടെ ചെന്നാലും. For that character, അയ്യോ ഐ വെൽസ് കണ്ട എനിക്ക് ഇപ്പോഴും അഖിലാണ്ടേശ്വരി ഓൾസോ ആ ഒരു അത്ര ചന്ദ്രമേഴയുടെ അത്ര ഇല്ലെങ്കിൽ പോലും ലൈറ്റ് ആയിട്ട് ഒരു സാരിക്ക് ഇപ്പൊ എല്ലാരും ഇടാറുണ്ടല്ലോ. അത് എന്നാൽ only
മാല ഓൺലി ഐ എം മാരിങ്. ബട്ട് അപ്പോൾ പ്രൊഡ്യൂസർ വാസ് ഹെവി ജ്വൽസ് വേണമെന്നാണ്. ഓക്കെ ഇട്ടോ, ഞാൻ ഇട്ടോളാം. because that character, they need the character like that only. So ഓക്കെ. ശരിക്കും ഊർമിളാദേവി കൈ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ചുറ്റുള്ളവരൊക്കെ വിറയ്ക്കുമായിരുന്നു, വിറച്ച് അതായത് പേടിക്കുമായിരുന്നു. ഇൻ പേഴ്സണൽ വരുമ്പോ രൂപശ്രീ മാമിന്റെ എങ്ങനെയായിരുന്നു? ഭയങ്കര സോഫ്റ്റ്, ബേസിക്കലി സോഫ്റ്റ് ക്യാരക്ടർ. എല്ലാരും എന്റെ കേൾക്കും, ഓൾമോസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടാലേ പേടിക്കണം, അങ്ങനെ കണ്ടാ പേടിക്കറ അങ്ങനെ ഒന്നുമില്ല. ഞാൻ കൂടുതലും അമ്മമാരാണല്ലോ കാണുന്ന സീരിയൽസ്. ചിലപ്പം വഴിയിലൊക്കെ വെച്ച് കാണുമ്പം എങ്ങനത്തെ റെസ്പോൺസാ കിട്ടുന്നത്? They love me, they'll hug me, they'll kiss me, they want to take a photos also. അങ്ങനെ ഒരു ലവ് റിയലി ബ്ലെസ്ഡ്. എല്ലാവർക്കും കിട്ടാറില്ലല്ലേ. TV media, they're very close to heart. That is the main thing, to compare a big screen to small screen. അത് അവർ വീട്ടിലെ ഇതിന് പക്കത്ത് പോലെ അവർക്ക് തോന്നും, കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അടിച്ചു കൂടെ വെച്ചിരുവാங்க. അതാണ് അവരുടെ മൈൻഡില്. അത് റിയൽ ഇറ്റ്സ് മൈ ഹോം ടൗൺ ആണ് ഫീൽ. കേരള അങ്ങനെ തോന്നും. ഇപ്പൊ തമിഴിലും ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലേക്കും വന്നു കഴിയുമ്പോൾ തമിഴ് ഓഡിയൻസിന്റെയും മലയാളം ഓഡിയൻസിന്റെയും രണ്ടുപേരുടെയും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഏത് ഓഡിയൻസ് ആണ് മാമിനെ ഏറ്റവും കൂടുതൽ? ട്രിക്കി ക്വസ്റ്റ്യൻ. ഇല്ലല്ല, തമിഴ് ഓഡിയൻസും ഉണ്ട്. ഇപ്പോൾ ഞാൻ തമിഴില് ഭാരതി കണ്ണമ്മാൻ ഒരു തമിഴ് സീരിയൽ വിജയ് ടി വി. അപ്പോൾ ആ ക്യാരക്ടർ നെയിം ഇസ് സൗന്ദര്യ. അതിലും വലിയ പെരിയ വസ്തുയാണ് ഫാമിലി. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇറ്റ്സ് എ പോസിറ്റീവ് റോൾ ഓൺലി. സ്റ്റാർട്ടിങ് ലിറ്റിൽ ബിറ്റ് നെഗറ്റീവ് ഷേക്ക് ഊർമിള ദേവി മാതിരി ഒരു പിന്നെ 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 എൻ്റെ മരുമകൾ കുറച്ച് ഡസ്കി ടോൺ. എനിക്ക് ഡസ്കി ടോൺ അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഫെയർ ആയിട്ടുള്ള ഒരു ഗേൾ ആണ് എനിക്ക് ഇഷ്ടം. എവിടെ എല്ലാം എന്നാലും ഐ വാണ്ട് ടു ബി എ ബ്രൈറ്റ് വൈറ്റ് ഓൺലി. അപ്പോൾ അങ്ങനെ ആ മരുമകൾ കിട്ടി. അപ്പോൾ അങ്ങനെ പിന്നെ സ്നേഹിച്ച് തുടങ്ങി അങ്ങനെയുള്ള ക്യാരക്ടറാണ്. അപ്പോൾ മരുമകളും മാമിയാറാണുള്ള ബോണ്ടിങ് ലവ്ലി. അപ്പോൾ ദേ ലവ്. അപ്പോൾ എല്ലാവരും കുറേ ലെറ്റേഴ്സ് മെയിൽസ് എല്ലാമേ ചാനൽ എനിക്ക് ഇതുപോലെ ഒരു മാമിയാർ വേണ്ടോന്ന് കുറേ. അപ്പോൾ അവിടെ അവാർഡ് കിട്ടും പോത് ദേ ആസ്ക് മീ ദ ക്വസ്റ്റ്യൻ ചാനൽ വഴിയാ. കുറേ കോളേജ് ഗേൾസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഉത്തരം പറയണം. എന്താണ്? എനിക്ക് ഇതുപോലെ സൗന്ദര്യ പോലെ എനിക്ക് മാമിയാർ വേണം. அதனால കുറേ ഓഡിയൻസ് എനിക്ക് അമ്മമാർ മാത്രമല്ല കുറേ കോളേജ് ഗേൾസും ഫാൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഡിഫറെൻറ്റ് വിധമാണ്. അപ്പോൾ ഇവിടെ കുറേ ഫാൻസിന് പറയാൻ പാടില്ല, ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. എങ്ങനെ എനിക്ക് ഉടമ്പ് ശരിയില്ലെന്നാൽ ദിൽ കോൾ മീ വാട്ട് ദേ വാണ്ട്. അതെല്ലാം ഇവിടെ കിട്ടും, കേരളത്തിൽ കിട്ടും. അവിടെയുണ്ട്. They love me, the character wise. That is. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നോർമൽ ദ ക്വസ്റ്റ്യൻ, why you are not in films at all? അതിൽ കാട്ടിലും സീരിയൽ ക്യാരക്ടേഴ്സ് ബിഗ് ഓഡിയൻസ്, they love me. ഇതാണ് വേണം. കാശ് എവിടെ വർക്ക് ചെയ്താലും കാശ് കിട്ടും. ഇല്ല അവിടെ കൂടുതൽ കിട്ടി എവിടെ വർക്ക് ചെയ്താൽ കിട്ടിയാൽ മതി. അതെവിടെ ലവ് ഇസ് മോർ. ഐ ലവ് ഇത് ലവ് இந்த ലവ് മതി എനിക്ക്. ശരിക്കും അന്നത്തേലും ഇപ്പൊ ചന്ദനമഴ ഇപ്പൊ ഭയങ്കരമായിട്ട് വീണ്ടും റീഷെയർ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഷാലു കുര്യനോ ചാരുത ബൈജോ എന്റെ വാട്സപ്സിൽ അയച്ചു തരും. കുറെ കോമഡി സീൻസ് എല്ലാം ഉണ്ടാവും. അപ്പൊ അയച്ചു തരും, അപ്പൊ നോക്കും. ശരിക്കും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വരുമ്പോ അത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാമിന് തോന്നാറുണ്ടോ? അത് മാമിന് ഇഷ്ടമാണോ? കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ മാം നോക്കുന്നത്? പോസിറ്റീവ് ക്യാരക്ടർ ഇഷ്ടമാണ് കൂടുതൽ. ശരിക്കും ഈ മുഖമൊക്കെ നോക്കി എങ്ങനെ വില്ലൻ ക്യാരക്ടർ കൊടുക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. പോസിറ്റീവ് ക്യാരക്ടർ പോലും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. മറ്റപടി ഇറ്റ്സ് നോട്ട് അതിലല്ല, ബിറ്റ് ഹാർഡ് വർക്ക്. കുറച്ച് കഷ്ടമാണ്. പിന്നെ റിയാക്ഷനോ കുത്തലോ അത് മാത്രമാണ് കുറച്ച്. അത് ഒറ്റത്തവണ ചെയ്താൽ പോരല്ലോ, പല ആംഗിളിൽ ചെയ്യണമല്ലോ. പോസിറ്റീവ് എനിക്ക് ഇഷ്ടം. എത്ര പ്രാവശ്യം കരഞ്ഞ ഐ വിൽ ക്രൈ, ഐ വിൽ ഡു ഓൾ. നെഗറ്റീവ് കൂടെ കുഴപ്പമില്ല,
കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ കോമഡി കൂടെ പാടാണ്. അതുപോലെ മാമിന് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അപ്പൊ തമിഴിൽ നിന്നും ഇപ്പൊ മലയാളത്തിലേക്ക് വന്നപ്പം, കാരണം സീരിയൽസിൽ വരുമ്പോ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കട്ടി ഡയലോഗ്സ് ആണ്. അത് നല്ല പാടുണ്ടായിരുന്നു ആദ്യത്തെ ടൈമിലൊക്കെ? അയ്യോ ആദ്യത്തെ ഭയങ്കര കഷ്ടമാണ്. ഫസ്റ്റ് തുടങ്ങുന്ന ശേഷം ഓൾമോസ്റ്റ് എല്ലാവരും മലയാളിയാണ്. അപ്പോ സുബു തമിഴ് ഹീറോ, സുബ്രഹ്മണ്യം തമിഴ് ഹീറോ, അവൻ മറ്റും തമിഴ്, ഞാനും തമിഴ്, மீதி എല്ലാവരും മലയാളി ആണ്. കൂടുതൽ എനിക്ക് മാത്രം ഡയലോഗ്, എല്ലാവർക്കും അതേ ഊർമില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാൻ ആ ക്യാരക്ടർ പറയാം, ഐ വിൽ ഡു ദാറ്റ് ക്യാരക്ടർ, ഇറ്റ്സ് ബെറ്റർ. ഫുള്ള് എനക്കാണ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അസോസിയേറ്റ് വന്ന് ഉட்காந்து they'll explain in തമിഴ്, ഇത് ഈ വാക്ക് ഇതാണ്, റിയാക്ഷൻ ചെയ്യണം, ഇത് മീനിങ്, ഇത് എല്ലാം. അപ്പം എല്ലാം ഫുൾ അണ്ടർസ്റ്റാൻഡ് ദ സീൻ ആൻഡ് ഡയലോഗ് ആൻഡ് വിൽ ഗോ. നൗ ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മാനേജ്. ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ മലയാളം ഈവൻ ഡയലോഗ്സ് അത്രയാണെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് പറയും. ഇപ്പം ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം, ഹൗ ഇസ് യുവർ ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ യുവർ ലൈഫ്? അത് കൂടുതൽ വർക്കൗട്ട് I'll do workout, walking. Ippo illa rendu serial mood I have no time, but I love to do cooking and we cleaning aalunde, but irundala number irundu pole they cheyarilla appo then I'll do all. Appo I'll be tired. Shooting la kaadum tired agum aa divasamaana. Till morning to night I'll have full work. Evening I'll go to temple, whatever. It's my day. ഇപ്പൊ മലയാളികളോട് മാമിന് തമിഴ്നാട്ടിൽ വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫുഡ് ഏതായിരിക്കും? തമിഴ്നാട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ സ്പൈസി ബിരിയാണി. ബട്ട് കേരള എനിക്ക് ഇവിടെ വന്ന് ആദ്യം ചന്ദ്രമഴ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇവിടെ ബിരിയാണി കഴിച്ചിട്ട് എന്താ ബിരിയാണി അത്ര ടേസ്റ്റ് ഇല്ലത്. ബിക്കോസ് ഇറ്റ്സ് എ നോർമൽ പ്ലെയിൻ റൈസ് ആൻഡ് ചിക്കൻ യൂസ് മിക്സ്ഡ് ഈറ്റിലെ അത് എന്താണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ஆனால் കുറേ നാൾ ശേഷം இப்போ ചെന്നൈയിൽ പോണാൽ കൂടെ ഐ വാണ്ട് ഈറ്റ് ബിരിയാണി, ഐ നീഡ് ഓൺലി കേരള ബിരിയാണി. വീട്ടിൽ എല്ലാവർക്കും അറിയണം. അവിടെ പോയാലേ കെട്ടുപോയത് എപ്പോ പത്താളും കേരള ബിരിയാണി. ഇപ്പോഴും ഇഷ്ടപ്പെട്ടത് കേരള ബിരിയാണിയാണ്. ഐ ഡോണ്ട് ലൈക്ക് തമിഴ്നാട്ടു ബിരിയാണി. കൂടുതൽ മസാല ഇഷ്ടമല്ല, ഇവിടുത്തെ ബിരിയാണിയാണ് ഇഷ്ടം. ഇറ്റ്സ് ലൈറ്റർ. സോ ഐ ലൈക്ക് കേരള ബിരിയാണി ഓൺലി. ഇഫ് യു ആർ ലൈക്ക് മസാല ഇഷ്ടപ്പെട്ടവങ്ങൾക്ക് ഓൾമോസ്റ്റ് ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്. എനിക്ക് റാവുത്തർ ബിരിയാണി ഭയങ്കര ഇഷ്ടം. കൂടുതൽ മസാല ഉണ്ടല്ലേ, അതാണ്. ചെന്നൈ ബിരിയാണി അങ്ങനെയുള്ള ഫുള്ള് മസാല. എനിക്ക് കേരള ബിരിയാണി ഇഷ്ടം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ടക്കെന്ന് ചോദിക്കാം, റാപ്പിഡ് ഫയർ പോലെ. ഓക്കെ, കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സാരിയാണോ മോഡേൺ ഡ്രസ്സാണോ? സാരി. മോഡേൺ ഡ്രസ്സും ഉണ്ട്. ഷൂട്ടിംഗിൽ I'll wear saree only, but മറ്റപടി comfortable modern. ഓക്കെ ഫൈൻ. നമ്മളിപ്പോ പറഞ്ഞ ലാസ്റ്റ് ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരാറുള്ളത് എപ്പോഴാണ്? ദേഷ്യം വരാനാ ലാസ്റ്റ് 10 o'clock they'll say dress change madam മൂന്ന് ഒപ്പാണ് ദേഷ്യം വരും. അതുവരെയ്ക്കും ദേഷ്യം ലാസ്റ്റ് almost will be 10 o'clock. madam it ഒറ്റ സീനാണ്, പ്ലീസ് madam dress change. സപ്പോസ് എവറി ഡേ ഓക്കെ, ഇഫ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ അപ്പോൾ ഭയങ്കര ദേഷ്യം. ബിക്കോസ് ഈ ക്യാരക്ടർ, ഡ്രസ്സ്, ജ്വൽസ് എല്ലാം പൊട്ട് എല്ലാം മാറ്റണം, ബാംഗിൾസ് വരയ്ക്കും. അവർക്കറിയില്ല ഇന്ന 2 minutes എല്ലാം പറയും. 2 minutes പറയാൻ പറ്റില്ല. ബട്ട് ദേ ഡോണ്ട് നോ മാഡം 2 minutes അല്ലേ, ചെറിയ സീൻ. അപ്പോൾ അങ്ങനെ ദേഷ്യം വരും എനിക്ക്. ശരിക്കും ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഡ്രസ്സ് കാര്യങ്ങളുണ്ടല്ലോ എല്ലാം നമ്മൾ തന്നെയല്ലേ വാങ്ങിക്കണ്ടേ? കോസ്റ്റ്യൂംസ് ഒരിക്കലും സീരിയൽസിൽ നിന്ന് തരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സീരിയൽസിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പെൻസ് കോസ്റ്റ്യൂംസ് വാങ്ങിയിട്ട് തീരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? നമുക്ക് അത്രയും ഡ്രസ്സസിന്റെ ആവശ്യം നമുക്ക് ഒരു ഷെഡ്യൂളിൽ വരാറുണ്ടോ? എനിക്ക് കുറേ ഉണ്ട്. ഞാൻ എന്താ സ്പോൺസറോ അങ്ങനെ അതിൻ്റെ അത് ഒട്ടും എടുക്കില്ല. എല്ലാം എന്നോട് സ്വന്തം കാശിലാണ്. I'll purchase, I'll stitch and jewelries also I'll purchase. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടൻ? എനിക്ക് മലയാളം ആർട്ടിസ്റ്റ് കൂടുതൽ ഇഷ്ടം. എല്ലാവരും ഓൾമോസ്റ്റ് വെരി ഗുഡ് പെർഫോമർ. തമിഴ് പടം കൂടെ കാണാറില്ല. ഓൾമോസ്റ്റ്
ടൈം കിട്ടുമ്പോൾ ഐ വാച്ച് മലയാളം മലയാളം മൂവി എല്ലാവർക്കും ഇഷ്ടം ഒരുത്തർ ഒരാളെ ദുൽഖർ എല്ലാവരും പറയാം ലവ്ലി ആർട്ടിസ്റ്റ് ചെറിയ ക്യാരക്ടർ ചെയ്താലും they'll do the best. കരിയറിൽ എപ്പോഴെങ്കിലും എടുത്ത ഒരു തീരുമാനം തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, കിടயாது. ഓക്കെ. ഒഴിവ് സമയം കിട്ടിയാൽ കൂടുതൽ ഇഷ്ടം ഒരു നല്ല യാത്ര പോകാനാണോ അതോ വീട്ടിൽ ഒതുങ്ങിയിരിക്കാനാണോ? വീട്ടിലിരിക്കാൻ കാമായിട്ട് വീട്ടിലിരിക്കാനാ? കാമായിട്ട് വീട്ടിൽ ഓൾവേസ്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ? രണ്ടുമില്ല. എന്തെങ്കിലും ഒരു ഷോർട്സോ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ மட்டும் I'll watch. மற்றபடி ஏன்னா நிறைய நெகட்டிவான விஷயங்களான இப்போ கூடுதல் சோஷியல் மீடியாவில் வருது. எதுக்கு மைண்டை திருப்பியும் ஐ டோன்ட் வாண்ட் டு டூ டஸ்ட்பின் ஆக்க விரும்பலை. ജസ്റ്റ് അതാണ് ഒഴിവാക്കും. ഇപ്പോൾ സ്ക്രീനിൽ മാം ഷെയർ ചെയ്തേക്കുന്ന മാമിൻ്റെ മക്കളുടെ ഒരു ഇതിൽ വരുമ്പം ചന്ദനമഴയിൽ 2 മക്കളുണ്ടായിരുന്നു. അവരായിട്ടായിരുന്നു ഇപ്പോൾ ചെമ്പരത്തിയിൽ ഉള്ള മക്കളെ ആരായിട്ട് ഏറ്റവും കൂടുതൽ കെമിസ്ട്രി ഫീൽ ചെയ്യുന്നത്? ചന്ദ്രമഴയിൽ എനിക്ക് സുബ്രഹ്മണി ഉണ്ട്, ഒരു മോളുണ്ടായിരുന്നു അഞ്ജലി. അപ്പോൾ ഇവിടെ വന്ന് 2 മോനുണ്ട്, ഒരു സുബീറുണ്ട്. രണ്ടുമേ എനിക്ക് ഇഷ്ടമാണ്. എനിക്കത് പറയാൻ പറ്റില്ല, എനിക്കത് സെറ്റിലേക്ക് തിരിച്ചു കൊണ്ടാവുന്നല്ലേ. அப்படி இல்ல சுப்பிரமணியம் ரொம்ப தமிழ் ஆனது கொண்டு ஆദ്യം ചന്ദ്രമഴ തുടങ്ങുമ്പോൾ അപ്പോൾ നല്ല അവൻ തമിഴ് പേസുവാൻ പോത് നല്ല കണക്ട് ആയിരുന്നത്. അപ്പോൾ കൂടുതൽ സുബ്രഹ്മണ്യം ഇഷ്ടം. ഇപ്പൊ വന്ന് സുബീർ ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇപ്പൊ കൂടെ ഇൻട്രി കൂടെ ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചിക്ക് വയ്യാന്നറിയാം പ്ലീസ് ചേച്ചി. സുബീർ നല്ല നല്ല ടൈപ്പാണ്. രണ്ട് കണ്ണ് പോലെ. നൈസായിട്ട്. ശരിക്കും നമ്മള് വർഷയുടെ കാര്യം ഇതിൽ വരുമ്പോ ചന്ദനമഴയില് വർഷയുടെ വരുമ്പോ നിങ്ങളുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ഒരു ടോം ആൻഡ് ജെറി കോംബോ തന്നെയായിരുന്നു. പിന്നെ കുറെ സീൻസ് ഉണ്ട്. ആളുടെ കൂടെയുള്ള ഒരു നല്ലൊരു ഒരു ഓർമ്മ ഒരു മൊമെന്റ് പറയാൻ പറഞ്ഞാൽ മാം എന്ത് പറയും? ഷീസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. ആദ്യം സീരിയൽ ഷൂട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ അപ്പേ ഞാൻ അവിടെ സ്പോട്ടിൽ കാണുമ്പോൾ അവൾ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അப்புறம் എനിക്ക് അവൾക്ക് കുറേ സീൻസ് ഉണ്ടായിരുന്നു. അവളെ ഞാൻ ഇങ്ങനെ അവളെ ടോർച്ചർ ചെയ്യും, അവൾ അപ്പടി ഇറിറ്റേറ്റ് ആകും. അപ്പോൾ കുറേ സീൻസ് അങ്ങനെ ഒരു ടോം ആൻഡ് ജെറി പോലെ സീൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ. എന്നാ ഒരു പെർഫോം ചെയ്യുക ഒരു ഓപ്പോസിറ്റ് കിട്ടുമ്പോൾ അതിലൊരു ഭയങ്കര ഒരു സന്തോഷം കിട്ടും. ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സീൻസ് ഞാൻ ചെയ്യുമ്പോൾ അവളോட ഡയലോഗ്സ് കേൾക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതൽ ഒരു ഇഷ്ടം തോന്നും. ഇങ്ങനെ ചെയ്താ അങ്ങനെ ചെയ്താ ചിലപ്പോൾ അത് പറയാനില്ലാமல் ടേക്കിൽ ചെയ്യും. അത് വർഷയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്താൽ അത് എങ്ങനെ ഓവർടേക്ക് ചെയ്യും, ഞാൻ ചെയ്യും. അതുപോലെ കുറേ സീൻസ് ചെയ്തിട്ടുണ്ട്. നല്ല ആർട്ടിസ്റ്റാണ്. എനിക്ക് ரொம்ப ഇഷ്ടപ്പെട്ട ഒരു നല്ല പെർഫോമറാണ്. അതുപോലെ എനിക്കൊരു ആ ടൈമിൽ ചന്ദനം പഴയുമ്പോൾ എനിക്ക് ഫ്രോസൺ ഷോൾഡേഴ്സ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ കൂടെ അവാർഡ് നൈറ്റ് ചെയ്തു. ആ അവാർഡ് നൈറ്റിൽ ഒറ്റ കയ്യിൽ ഞാൻ ഡാൻസ് ചെയ്തു. അപ്പോൾ ഒരു സീനിൽ ഞാൻ നടന്നു വരുമ്പോൾ വേണം എന്നെ ഓപ്പോസിറ്റിൽ വന്ന് ഇടിക്കും. എനിക്ക് കൺട്രോൾ പെയിൻ്റ് സ്റ്റാർട്ടഡ് ക്രൈങ്. അവൻ കൂടുതൽ കണ്ടിട്ട് കരയാൻ തുടങ്ങി. ബട്ട് ആ ടേക്കിൽ പിടിച്ച് ഞാൻ എന്നെ ഡയലോഗ് ചെയ്തു. ഞാൻ പറഞ്ഞു, അവളും പറഞ്ഞിട്ട് പോട്ടെ. പിന്നെ കട്ട് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ അവ ഭയങ്കര അപ്സെറ്റാണ്. ഷീ ഈസ് വെരി സെൻസിറ്റീവ് ഓൾസോ. ഓക്കെ. ഇപ്പം ചന്ദ്രമഴയിലെ കേസ് പറയുകയാണെങ്കിലേ പല ഡയലോഗ്സ് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമൃത ലാപ്ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ ഉണ്ട്. ശരിക്കും നിങ്ങൾക്കതപ്പോ ഇപ്പൊ ഈവൻ ഡയറക്ടർ പറയുമ്പോഴാണെങ്കിൽ പോലും അത് ഉറപ്പായിട്ടും അങ്ങനെ ആളുകൾ ചെയ്യുമോ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? അവളും ഷാലുക്കുരയും ചെയ്തിട്ടുണ്ടല്ലോ, വാഷ് ചെയ്തിട്ട്. അങ്ങനെ അവള് അന്ത അളவுக்கு ഇല്ലാത്ത നോളജ് ഇല്ലാത്ത ഒരു ഗേളാണല്ലോ, അത്ര ഇതായിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എത്ര ഇതില്ലെങ്കിലും അങ്ങനെയൊക്കെ ഒരാള് ചെയ്യുമോ നമ്മള് തിങ്ക് ചെയ്യില്ലേ പെട്ടെന്ന്? കൊറേ സീൻസ് അങ്ങനെ ഉണ്ട്. ചിലപ്പോ ചെയ്യും, എന്താണ്. ബട്ട് അവ ചിലപ്പോ ചെയ്യും. സ്റ്റോറി വൺ ലൈൻ എല്ലാം ചാനലിൽ ഇട്ട് തന്നതാണ്. വി കാൺ ഡു എനിത്തിങ്. ശരി ഓക്കെ, നമ്മൾ വന്നാൽ നമ്മൾ അഭിനയിച്ച് ചെയ്താൽ മതിയില്ല, അങ്ങനെ പോകും. ചില ഡയറക്ടേഴ്സ് ദേ ലാസ്റ്റ് ടു ചാനലിൽ വിളിച്ച് ഇങ്ങനെ ദേ ഷിഫ്റ്റ്. ഓക്കെ.
ബട്ട് ഇത് അതുപോലെ ദേ വാണ്ട് ഇന്നസെന്റ് ആണ് ഗേൾ Girl കാണിക്കാൻ ആണെന്ന് വേണ്ടിയാണ് അത് ചെയ്തത്. അത് ഒരു കോമഡി സീൻ വേണ്ടി അതിപ്പോ ഇപ്പോഴേ കുറച്ചായിട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ട് വന്നില്ലേ. റീൽസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കയറി വരുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് പഴയ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോവോ? കുറേ ട്രോൾസ് ഇപ്പൊ വരുന്നുണ്ടല്ലോ. കുറേ ഉണ്ട്. நான் சிலர் കാണാറില്ല. எப்பயாவது தான் ஷாலு எனக்கு வாட்ஸ்அப் அழைக்கும்போது அப்போ അവിടെ நடந்த കുറച്ച് സംഭവങ്ങളോ പ്ലസ് കുറേ மெமரிஸ் ഉണ്ടാകും. அது காலம் பயங்கர மனசுக்கு பயங்கர ஹாப்பியாக இருக்கும். இப்போ இத்தனை வருஷத்துக்கு முன்னாடி இல்லை நடந்த சீன்ஸு அப்போ இன்னும் எடுத்து மக்கள் விட்டுட்டு போது பயங்கர ஹாப்பி. அதில் இருக்கிற மெமரிஸ் எல்லாம் இப்போ சந்திரமழை செய்யன்னு சொன்னா എനിക്ക് വളരെ ഇഷ്ടം. സെക്കൻഡ് പാർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇന്നിക്കും എല്ലാം കന്യാ ചേച്ചിയോட ഷാലുക്കുരേനോட TR ഓമനാമ്മോட ഇപ്പൊ ദിനേശ് പണിക്കർ എല്ലാവരോടും സംസാരിക്കാനുണ്ടല്ലേ. അപ്പോൾ ചെയ്താൽ ഹാപ്പി ആണ്. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ ക്യാരക്ടറിൽ വരുമ്പോഴേക്കും റെനീഷ ഉണ്ട്. റെനീഷ ആക്ച്വലി എനിക്ക് തോന്നുന്നു വില്ലൻ ഷെയ്ഡ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറുണ്ടോ അഭിനയിക്കണം? അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഷീസ് ഓൾസോ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. റെനീഷ പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് സീരിയൽ വന്ന് സീതാ കല്യാണം ചെയ്തു. அதுலேயும் வச்சது இதுலேயும் பயங்கர அவளுக்கு நடிக்கணும்னு சொல்லணும் அவசியம் இல்லை. பயங்கர நாட்டியான பட் வெரி என்ன சொன்னேன் ஒரு ரெஸ்பான்சிபிள் கேர்ளான. அப்போ அவ கூட ஒர்க் பண்ணும்போது പെർഫോം ചെയ്യുമ്പോൾ വെരി ഈസി ആയിട്ടുണ്ട്. എന്നാ ഞാനും നെഗറ്റീവ് അവളും നെഗറ്റീവ്. കുറേ സീൻസ് വന്നിട്ടുണ്ട് രണ്ട് പേരുമേ നല്ല നല്ല സീൻസ്. അപ്പം കിട്ടണം നല്ല പെർഫോം பண்ணுவா. ഈസിயாக இருக்கும் അവங்கிட்ட വർക്ക് பண்ணுறதுக்கு. ഞങ്ങൾ കൂടുതൽ റെനീഷനെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ത്രൂ ആണ് കുറച്ചുകൂടി ഫെമിലിയാരിറ്റി കിട്ടിയത് റെനീഷയായിട്ട്. ബട്ട് നല്ല പെർഫോമൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്. അവൾ നല്ല പെർഫോമൻസ് ചെയ്യും ഏത് കൊടുത്താലും ശരി. ഇതിൽ കുടിച്ചിട്ട് വന്ന് അവർ അഭിനയിച്ച സീനിൽ തകർത്ത് ഒരു കുടികാരം കൂടെ ചെയ്യ முடியாது. കട്ട് பண்ண ഉടനെ അവിടെ എല്ലാം സെറ്റിൽ എല്ലാം ചിരിച്ച് അങ്ങനെ അടിച്ച് പൊളിക്കും. നല്ല സീൻ. നല്ല ആർട്ടിസ്റ്റാണ്. നല്ല ആർട്ടിസ്റ്റാണ്. ഭയങ്കര നോട്ടിയാണ്. ഇപ്പോഴും നമ്മ റൂമുക്ക് വന്നാൽ 12 മണി അക്ക என்ன பண்ற அப்படிலாம் வருவா. ഞാനൊരു റീൽ ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക് എല്ലാരും സർപ്രൈസ് ആയിരുന്നത്. സർപ്രൈസ് ഇപ്പൊ അപ്പതന്നെ ഫ്രഷ് ആയിട്ട് കിടക്കാൻ നോക്കും. അപ്പം ബെല്ലടിച്ചത് ദൂരമില്ല 12 മണിക്ക്. എന്നാ അപ്പനെ റൂമിൽ കയറി ഫ്രഷ് ആയി കിടക്കാൻ യാരെന്ന് பார்த்தா എപ്പോഴും വിളിക്കാറുണ്ട് അക്ക പുറത്ത് പോയിട്ട് കേക്ക് എന്താ കഴിക്കാമാ ബാ. ഇപ്പൊ ഇന്ന് 4 ദിവസം എനിക്ക് വയ്യ. அப்படி உட்காந்துட்டு இருக்கும் போது நான் டயர்டா ஷார்ட்டுக்கு ரெடி ஆகும். அக்கா நைட்டு 12 மணிக்கு வா എങ്ക കേക്ക് ഫ്രഷ് ആയിടും ടാബ്ലറ്റ് വേണ്ട. അങ്ങനെ ഭയങ്കര നോട്ടി അങ്ങനെയുള്ള ക്യാരക്ടറാണ്. കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട കോമ്പ ഊർമിള അമൃതയാണോ കല്യാണി രമാദേവിയാണോ? പബ്ലിക് ഇഷ്ടപ്പെടുന്നത് ആദ്യം ഊർമിള അമൃതയാണ് ഇഷ്ടപ്പെടുന്നത്. ബിക്കോസ് ആ ടൈമിலேருந்து ഇന്ന് വரைக்கும் they love that character. என்னோட ஊர்மிளா கேரக்டருக்கும் இப்போ நான் அமிர்தாவோட பயங்கரமான இன்னசென்ட் கேரக்டரும். பட் கல்யாணி இஸ் இன்னசென்ட் அல்ல. ஆமாம் ரமாதேவி இட்ஸ் அ நெகட்டிவ். ചിന്നു ക്യാരക്ടർ അത്ര ഷീസ് നോട്ട് ഒരിക്കലും ചിന്നുടെ കല്യാണ ക്യാരക്ടർ ഇന്നസെന്റ് ആണ് അഭിനയിക്കുന്ന ക്യാരക്ടറാണ്. ഷീസ് എ വെരി ബ്രില്യൻ ഗേൾ. ഇപ്പൊ ഒരു ലോ പഠിക്കറാ എല്ലാം. അത് അമൃത അങ്ങനെ അല്ലല്ലോ. ചിന്നു അങ്ങനെയൊന്നുമില്ല. ചിന്നു ഇസ് എ ബ്രില്യൻ ഗേൾ. പ്രേക്ഷകർ തരുന്ന ഓഡിയൻസ് തരുന്ന സ്നേഹം കാണുമ്പോൾ മാമിന്റെ മൈൻഡിൽ വരുന്ന ഫസ്റ്റ് വേർഡ്? ரொம்ப தேங்க்ஸ் டு யூனிவர்ஸ் கடவுள்கிட்ட. ஏன்னா இப்போ ചോദിച്ചില്ല ആർട്ടിസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഒരു இந்த அளவுக்கு എത്തിയിട്ടുണ്ട്. കടവുൾ എല്ലാരോടും മനസ്സിൽ ലവ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടില്ലല്ലേ ഈ ഭാഗ്യം. ശരി. അപ്പോൾ இந்த அளவுக்கு കൊടുത്ത போது ഇപ്പോൾ കടവുൾക്ക് എപ്പോഴും താങ്ക്സ് சொல்லணும். അതാണ്. ലാസ്റ്റ് ആയിട്ട് ഇത്രയും കാലം കൂടെ നിന്ന് നിങ്ങളുടെ സ്വന്തം മലയാളം പ്രേക്ഷകരെ രൂപശ്രീ മാം എങ്ങനെയാണ് എന്താണ് അവരോട് പറയാനുള്ളത്? ഓൾവേസ് ലവ്. എപ്പോഴും നിങ്ങൾക്ക് എനിക്ക് തരണം. ദെൻ ഞാൻ உங்களுக்கு எப்பவுமே என்னோட ലവ് எப்பவுமே இருக்கும். ഐ നീഡ് യുവർ സപ്പോർട്ട് ഓൾവേസ്. അതാണ്. ഓക്കെ. ഞങ്ങളാണെങ്കിലും വിളിച്ചപ്പോൾ മാമിന് തീരെ വയ്യായിരുന്നു. ആൾക്ക് പനിയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ മാം
മാമിൻ്റെ ടൈം നമുക്ക് വേണ്ടിയിട്ട് തന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല. ശരിക്കും നല്ലൊരു ചാറ്റായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Krishna Leela, Joy Alucas, world's favorite jeweler.